ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നവംബർ മാസത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ആരാധനാ വത്സരത്തിലെ അവസാന മാസമാണ്. സാധാരണ കലണ്ടറിൽ ഡിസംബറാണ് അവസാന മാസം. എന്നാൽ നമ്മുടെ ആരാധനാ വത്സരത്തിൽ അവസാന മാസം നവംബർ ആണ്. അടുത്ത മാസം ആഗമനകാലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് ആരാധനാ വത്സരത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ ഈ അവസാന മാസത്തിൽ നമ്മുടെ അവസാനങ്ങൾ ഓർക്കുക. നമ്മൾ മരണം, വിധി, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എല്ലാം നമ്മുടെ ശ്രദ്ധയിൽ വരിക. ഈ നവംബർ മാസത്തിൽ തിരുസഭ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ലോകത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക് അത് സ്വർഗത്തോളം ഉന്നതമാണ്. ശുദ്ധീകരണ സ്ഥലം ത്തോളം ആഴമുള്ളതാണ്. ലോകത്തോളം വിശാലമാണ്. സ്വർഗത്തിലെ പുണ്യവാന്മാരുടെ ഐക്യമാകുന്ന വിജയസഭയും ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനസഭ ആകുന്ന ആത്മാക്കളും ഈ ഭൂമിയിൽ ജീവിക്കുന്ന തിന്മയുമായി സമരം ചെയ്ത് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ദൈവരാജ്യത്തിലേക്ക് മുന്നേറുന്ന സമരസഭ, ഇത് മൂന്നും കൂടെ ചേരുന്നതിനെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഈ നെറ്റ്വർക്കിൻ്റെ പേര് തന്നെ പുണ്യവാന്മാരുടെ ഐക്യം എന്നാണ്. ഈ പുണ്യവാന്മാരുടെ ഐക്യത്തിലെ ഇലക്ട്രിസിറ്റി, കരണ്ട് അല്ലെങ്കിൽ നെറ്റ് പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ കേന്ദ്രം മരിച്ചു ഉയർത്ത ഉത്ഥിതനായ ഈശോയാണ്. അതിൻ്റെ ഉടമസ്ഥൻ നമ്മുടെ ദൈവം തന്നെയാണ്. അതിൻ്റെ പരിധി ദൈവരാജ്യമാണ്. അതിൻ്റെ പ്രവർത്തകൻ, എക്സിക്യൂട്ടർ തിരുസഭയാണ്. ഇന്നലെ നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാൾ കൊണ്ടാടി. അതാണ് വിജയസഭ. നമ്മളൊക്കെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നമ്മളെ ബോധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധിയിൽ മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നവരാണ് വിശുദ്ധർ. നമ്മൾ ഇന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ഓർമ്മ ആചരിക്കുകയാണ്. മരണത്തോടെ സ്നേഹമില്ലാതാകുന്നില്ല. മരണത്തിനും അപ്പുറം കടന്നുപോയവരെ നമ്മുടെ സ്നേഹത്തിൽ ഓർത്ത്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർത്ത്, സ്നേഹത്തോടെ ഓർത്ത്, ദൈവകരങ്ങളിലേക്ക് അവരെ വിട്ടുകൊടുത്തുകൊണ്ട് സ്വർഗം പോകാൻ അവരെ സഹായിക്കാൻ സഭ പ്രത്യേകമായി നിശ്ചയിച്ച ദിനമാണ് നവംബർ 2. പ്രത്യേകമായ മാസമാണ് ഈ നവംബർ മാസം. ഒരു വിധത്തിൽ നമ്മുടെ എല്ലാ ദിവ്യബലിയിലും പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ നമ്മളെ പ്രത്യേകം ഓർത്ത് അവരുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ എല്ലാ വിശുദ്ധരെയും നമ്മൾ ഓർക്കുന്നുണ്ട്. അത്രയും മാത്രമല്ല, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും, പ്രത്യേകിച്ച് സഭയിലെ എല്ലാ അംഗങ്ങളെയും, മാർപ്പാപ്പ, മെത്രാൻ, വൈദികർ തുടങ്ങിയ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ആ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസികളെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമരസഭ എന്ന് പറയുന്നത്. അങ്ങനെ ആ രീതിയിൽ സ്വർഗത്തിലെ വിശുദ്ധർ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ പ്രാർത്ഥന വഴിയായി, പരിത്യാഗം വഴിയായി, ബലിയർപ്പണം വഴിയായി എല്ലാം ദണ്ഡവിമോചനം വാങ്ങിക്കൊടുത്ത് നമ്മിൽ നിന്നും മരിച്ചുപോയവരെ സ്വർഗം പോകാൻ നമ്മൾ പ്രത്യേകമായി സഹായിക്കുക. അവർ സ്വർഗം പോകുമ്പോൾ അവർ നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയില്ല. രൂപത്തിൽ പരസ്പരം ഓർത്ത് പ്രാർത്ഥിച്ച്, പരസ്പരം ഹൃദയപൂർവ്വം സ്നേഹിച്ച്, പരസ്പരം അനുഗ്രഹം പങ്കുവെച്ച് വലിയ കൂട്ടായ്മയിൽ നമ്മൾ ആയിരിക്കുവാണ്. ആ കൂട്ടായ്മയെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ സഭ ഈ മാസം നമ്മളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ അടക്കി കഴിഞ്ഞാൽ അതോടെ തീർന്നു, പിന്നെ അവരെ നമ്മൾ ഓർക്കണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഈ ലോകത്തിൽ പലപ്പോഴും മരണമെന്ന് പറഞ്ഞാൽ ഒരു മതിലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തീർന്നുമില്ല.
എന്നാൽ ക്രൈസ്തവരായി നമുക്കോ പ്രിയപ്പെട്ടവരെ, മരണം ഒരു മതിലല്ല, പിന്നെയോ അതൊരു വാതിലാണ്. ഈശോ പറയുന്നില്ലേ, ഞാൻ വാതിലാകുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഒരു വിധത്തിൽ മരിക്കുന്നവർ ഈശോയാകുന്ന വഴിയിലൂടെ, ഈശോ ആകുന്ന വാതിലിലൂടെ പ്രവേശിച്ച് നിത്യതയിലേക്ക് കടന്നു പോകുക. അപ്പം അവിടെ അവരെ സഹായിക്കേണ്ട കടമ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജനനത്തെയും മരണത്തെയും തമ്മിലൊന്ന് ബന്ധിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് 9 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്ന് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി സജ്ജരാകുന്നു. സജ്ജരാകുമ്പോൾ നമ്മൾ ആ ലോകത്തിൽ മരിക്കുന്നു, ഗർഭപാത്രത്തിൽ മരിക്കുന്നു, ഈ ലോകത്തിലേക്ക് ജനിക്കുന്നു. ഈ ലോകം അടുത്ത ഗർഭപാത്രമാണ്. അവിടെ 9 മാസമല്ല, 90 വർഷമാകാൻ നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകവാസത്തിലൂടെ നമ്മൾ അടുത്ത ലോകത്തിന് വേണ്ടി, അടുത്ത ജീവിതത്തിന് വേണ്ടി സജ്ജരാവുക. ഈ ലോക ജീവിതത്തിലൂടെ നമ്മൾ അടുത്ത നിത്യ ലോകത്തിന് വേണ്ടി സജ്ജരായി എന്ന് കാണുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ മരിക്കുന്നു, സ്വർഗത്തിലേക്ക് പിറക്കുന്നു. അതുകൊണ്ടാണ് മിക്ക വിശുദ്ധരുടെയും തിരുനാൾ അവരുടെ മരണ ദിവസം കൊണ്ടാടുന്നത്. അത് അവരുടെ ആ ജനന, സ്വർഗത്തിലേക്കുള്ള നിത്യത്തിലേക്കുള്ള ജനനമായി കണ്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിലപ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പ്രീമച്യൂറായി ജനിക്കാൻ, ഈ ലോകത്ത് ജീവിക്കുവാൻ സജ്ജരാകുന്നതിന് മുമ്പേ നമ്മൾ ജനിച്ചു എന്ന് വരാം. അവിടെ ഡോക്ടർമാരും നഴ്സുമാരും നമ്മളെ ഇൻക്യുബേറ്ററിലാക്കും. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് സമാനമായ ഒരവസ്ഥയാണ്. അവിടെ നമ്മൾ കഴിഞ്ഞ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുവാൻ സജ്ജരാകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നയിക്കപ്പെടും. ഇതേപോലെ ചിലപ്പോൾ ഈ ലോക ജീവിതത്തിൽ നിന്ന് നമ്മൾ അടുത്ത ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രീമച്യൂറായിട്ട് ആ നിത്യതയിലേക്ക് ജനിച്ചു എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ കരുണാമയനായ ദൈവം നമ്മളെ നരകത്തിലേക്ക് തള്ളിക്കളയാതെ, പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് വേണ്ടി നമ്മളെ കാത്ത് സംരക്ഷിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന സ്ഥലത്തെയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ ആ ലോകത്ത് കഴിയുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്നേഹാഗ്നിയിൽ നമ്മൾ ജ്വലിക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കും. ദണ്ഡവിമോചനം നമ്മൾ അനുഭവിക്കും. പ്രാർത്ഥനയിലൂടെ, ദിവ്യബലിയിലൂടെ ഒക്കെ പ്രിയപ്പെട്ടവരെ, പരിത്യാഗങ്ങളിലൂടെയെല്ലാം, പങ്കുവയ്ക്കലിലൂടെയെല്ലാം നമുക്ക് അവരെ സഹായിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുമ്പോൾ ആ ശുദ്ധീകരണ സ്ഥലമാകുന്ന ഇൻക്യുബേറ്ററിൽ നിന്ന് നിത്യതയിലേക്ക് നമുക്ക് പൂർണ്ണമായും സജ്ജരായി ജനിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അവരെ സഹായിക്കാനുള്ള വലിയ കടമയാണ് പ്രിയപ്പെട്ടവരെ ഈ ദിനവും അതേപോലെ ഈ മാസവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത് ഈ ലാസറിനെ കർത്താവ് ഉയിർപ്പിച്ച സംഭവമാണ്. ലാസർ മരിച്ച് 4-ാം ദിവസം കർത്താവ് അവിടേക്ക് കടന്നു വരിക. കർത്താവ് മരിച്ചുപോയ 3 പേരെ ഉയിർപ്പിച്ച കാര്യം പറയുന്നുണ്ടല്ലോ. ജൈറസിൻ്റെ മകളെ, 12 വയസ്സേ ഉള്ളൂ, വീട്ടിൽ ചെന്ന് കർത്താവ് ഉയർപ്പിച്ചു. നായ്മിലെ വിധവയുടെ മകനോ, ചെറുപ്പക്കാരനായിരുന്നു, അവൻ മരിച്ചു. വിലാപയാത്രയിൽ വെച്ചാണ് കർത്താവ് അവരെ കണ്ടുമുട്ടി അവനെ ഉയർപ്പിക്കുന്നത്, അവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നത്. ലാസറോ മരിച്ച് 4-ാം ദിവസം കർത്താവ് അവിടേക്ക് കടന്നു വരിക, കടന്നു വന്ന് അവരെ ആശ്വസിപ്പിക്കുക, മരിച്ചുപോയവൻ ജീവിക്കുന്നുവെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട്. ചില ആൾക്കാർ പറയാറുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം അങ്ങ് മറന്നേരെ, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് ലാസർ മരിച്ചിട്ട് 4-ാം ദിവസം കടന്നു വരുവാ. അത് 4 ദിവസമാകാം, അത് 4 ആഴ്ചയാകാം, 4 മാസങ്ങളാകാം, 4 വർഷമാകാം, 40 വർഷമാകാം. കർത്താവ് കടന്നു വരുക. അവിടെ ലാസറിൻ്റെ ബന്ധുക്കൾ ലാസറിന് വേണ്ടി എന്ത് ചെയ്തോ അത് നമ്മൾ ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്ന് മരിച്ചുപോയവർ കർത്താവിനോടൊത്ത് ഉത്തിതരാകും. എന്താ അവർ ആദ്യം ചെയ്തത്? അവർ കർത്താവിനെ കൂട്ടിക്കൊണ്ട് അവൻ്റെ കല്ലറയെങ്കിലേക്ക് പോയി.
ചിലപ്പോൾ നമ്മിൽ നിന്ന് മരിച്ചുപോയവരുടെ കുഴിമാടങ്ങൾ ഇപ്പോൾ അവിടെ ഇല്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ സെമിത്തേരി സന്ദർശിക്കുക എന്നുള്ളത്, പ്രിയപ്പെട്ടവരെ, കല്ലറ സന്ദർശിക്കുക, കർത്താവിനോട് ചേർന്ന് കല്ലറ സന്ദർശിക്കുക എന്നുള്ളത് പൂർണ്ണ ധന്യവിമോചനത്തിൻ്റെ ഒരു വഴിയാണ്. ഇപ്പം മരിച്ചവർക്ക് വേണ്ടി ചെയ്യാവുന്ന ആദ്യത്തെ ഒരു കാര്യമാണ് സെമിത്തേരി ഒന്ന് സന്ദർശിച്ച് നവംബർ മാസം മുഴുവനും അതിനു വേണ്ടിയ, പ്രത്യേകിച്ച് നവംബർ മാസം 1 മുതൽ 8 തീയതി വരെയുള്ള ദിനങ്ങൾ അവിടെ കർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. കർത്താവ് എന്ത് ചെയ്യുന്നു? കർത്താവ് അവരോട് ചേർന്ന് കരയുക, അവരും കരയുക. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ സ്നേഹപൂർവ്വം ഓർക്കുക എന്ന അർത്ഥം. സ്നേഹത്തോടെ ഓർക്കുമ്പോഴാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, കൂട്ടുകാരൻ മരിച്ചുപോയി, അതുകൊണ്ട് ഞാൻ കരയുന്ന കരച്ചിൽ സ്നേഹത്തിൻ്റെ, വേർപാടിൻ്റെ നിമിഷത്തിലെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് കരച്ചിൽ. കർത്താവും അവരോട് ചേർന്ന് കരഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞത് കേട്ട് എന്ത് ചെയ്തു? ആ കല്ല് ഉരുട്ടി മാറ്റി എന്ന് പറയാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് ആ കല്ല് ഉരുട്ടി മാറ്റുക, അവർ ഓർക്കുക എന്നർത്ഥം, പ്രത്യേകമായിട്ട് ഓർക്കുക എന്നർത്ഥം. അവരുടെ പേര് ചൊല്ലി ഓർക്കുക. അവർ കർത്താവ് പറഞ്ഞത് കേട്ട് കല്ല് ഉരുട്ടി മാറ്റി. ഉരുട്ടി മാറ്റി മുമ്പ് മർത്ത പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, അയ്യോ കല്ലെടുത്ത് മാറ്റല്ലേ, ശവമാ, അഴുകി കാണും, നാറ്റം വരും. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞത്? നീ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും മരിച്ചുപോയവർ അഴുകുന്ന ശവമായി ഇല്ലായിത്തീർന്നു എന്നല്ല കാണേണ്ടത്. നമ്മൾ ശരീരത്തിന് ഉയിർപ്പിലും വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ ഏറ്റു പറയുന്നില്ലേ? നമ്മിൽ നിന്നും മരിച്ചുപോയവരുടെ ശരീരവും ഈശോയുടെ സന്നിധിയിൽ, പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന അവസ്ഥയിലേക്ക്, ഉത്ഥിതമാകുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും എന്നൊരു വിശ്വാസം നമുക്ക്. നീ വിശ്വസിക്കൂ എന്ന് കർത്താവ് പറയുക. മരിച്ചുപോയവർ അവർ മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടില്ല. അവർ മരണത്തെയും ജയിച്ച് ഉത്ഥിതരായി ഈശോയുടെ തിന്നും ജീവിക്കും. നമ്മൾ ഒരു നാൾ അവരോടൊത്ത് സ്വർഗത്തിൽ ദൈവത്തെ സ്തുതിക്കും എന്ന ഒരു വിശ്വാസത്തിലേക്ക്, പ്രിയപ്പെട്ടവരെ, നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വിളി കേട്ട് ലാസർ പുറത്തേക്ക് വരിക, ജീവിക്കുന്നവനായി പുറത്തേക്ക് വരിക. ചീഞ്ഞഴുകുന്ന ശവമായി തീർന്നവൻ എന്ന രീതിയിൽ നമ്മൾ കണ്ട ആൾ ഈശോയുടെ സന്നിധിയിൽ ഈശോയുടെ സ്വരം കേട്ടപ്പോൾ ജീവിക്കുന്നവനായി പുറത്തേക്ക് വരിക. നമ്മിൽ നിന്നും മരിച്ചുപോയവരും ജീവിക്കുന്നവരായി പുറത്തേക്ക് വരുന്ന ഒരു ആ അനുഭവത്തിലേക്ക്, പ്രിയപ്പെട്ടവരെ, കടന്നു വരാൻ, ആ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഈ ദിവസവും ഈ മാസവും എല്ലാ ദിവസവും തന്നെ. ലാസർ പുറത്തു വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ബന്ധുക്കളോട് എന്താ പറഞ്ഞേ? അവൻ്റെ കെട്ടുപാടുകൾ അഴിച്ചു മാറ്റുക, അവൻ സ്വതന്ത്രനാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി ചെയ്യുന്നത് ഈ ഒരു പ്രക്രിയയാണ്. കെട്ടുപാടുകൾ അഴിച്ചു മാറ്റുക, സ്വർഗം പോകുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും നമ്മുടെ ബന്ധനങ്ങളായി മാറാറുണ്ട്. അതാണ് കെട്ടുപാടുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ബന്ധങ്ങളിലൂടെ സ്നേഹം ഒഴുകണം. ആ സ്നേഹം ഒഴുകുന്നതിന് പകരം മരിച്ചുവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ, പ്രിയപ്പെട്ടവരെ, കുറ്റബോധമോ വിരോധമോ ആസക്തിയോ ദുഃഖമോ ഭയമോ ഇരുന്നാൽ അതെല്ലാം കെട്ടുപാടുകളാണ്. ഈശോയുടെ സന്നിധിയിൽ ആ കെട്ടുപാടുകൾ അഴിച്ചു മാറ്റണം നമുക്ക്. കുറ്റബോധമാണെങ്കിൽ അവരോട് നമ്മൾ ക്ഷമ ചോദിക്കണം. നമുക്കറിയാം, ഈശോ മരിച്ചു ഉയർത്തവനാണ്. അവിടുന്ന് ഒരു സാറ്റലൈറ്റ് പോലെയാണ്. അവിടുന്നിലൂടെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിൽ നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. നമ്മൾ നേരിട്ട് ബന്ധപ്പെടാൻ പോകരുത്, പിന്നെ ഈശോയിലൂടെ ബന്ധപ്പെടുക. ഈശോയിലൂടെ, പ്രിയപ്പെട്ടവരെ, നാം അവരോട് മാപ്പ് ചോദിക്കുക, നാം അവർക്ക് മാപ്പ് കൊടുക്കുക. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മളെ അവരെ ഒന്ന് വിട്ടുകൊടുക്കുക. കർത്താവേ, എൻ്റെ സ്വന്തമാകാൻ അവിടുന്ന് അവരെ അനുവദിച്ചു, അവരുടെ സ്വന്തമാകാൻ അവിടുന്ന് എന്നെ അനുവദിച്ചു. എന്നാൽ അവർ പൂർണ്ണമായും അങ്ങയുടെ സ്വന്തമാണെന്ന് ഇപ്പോൾ ഞങ്ങൾ ബോധപ്പെടുന്നു. പൂർണ്ണമായും അങ്ങയോടൊത്ത് ജീവിക്കേണ്ടവരാണ് എന്ന് ഞങ്ങൾ ബോധപ്പെടുന്നു. അതിന് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ അവരെ വിട്ടുതരുന്നു. പിടിച്ചു വയ്ക്കുമല്ല, പിന്നെയോ വിട്ടുതരുന്നു എന്ന ആ ഒരു ബോധം, പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ നമ്മൾ അവരെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ചിലപ്പോൾ കരഞ്ഞ് വിലപിക്കും. എന്നാൽ കർത്താവ് പറയുക, അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല.
അവർ ദൈവകരങ്ങളില്ല. അവർ ജീവിക്കുന്നവരാ, മരിച്ചു മണ്ണടിഞ്ഞു പോയവരല്ല. മരണത്തെയും ജയിച്ച് ഉത്ഥിതരായി ദൈവത്തോടൊത്ത് നിത്യം ജീവിക്കുന്നവരാ. ഒരു നാൾ നമ്മളും അവിടെ ചെല്ലും, അവരോടൊത്ത് നിത്യജീവിതം അനുഭവിക്കും എന്നുള്ള ഉറപ്പ് കർത്താവ് തന്ന നമ്മുടെ കണ്ണുനീര് ഒപ്പുകയാണ്, നമ്മുടെ കരച്ചിൽ ഒപ്പുക. ചില ആൾക്കാർ മരിച്ചുപോയവരെ ഓർക്കുമ്പോഴൊക്കെ പേടിയാണ്. ഭൂതം ഈശോ തന്നെ ഉത്ഥിതനായി ശിഷ്യന്മാരുടെ അടുത്തേക്ക് വന്നപ്പോൾ ഭൂതം എന്ന് പറഞ്ഞ് അവർ നിലവിളിച്ചു എന്നാണ് പറയുക. കർത്താവെന്ന് പറഞ്ഞു, ഞാൻ ഭൂതമല്ല, ഞാൻ നിങ്ങളുടെ കർത്താവല്ലേ. തൻ്റെ മുറിവുകളും കൈകളും എല്ലാം കർത്താവ് വരെ കാണിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്നും മരിച്ചുപോയവർ ഭൂതങ്ങളല്ല, അവർ ദൈവത്തിലായിരിക്കുന്നവരാണ് എന്നൊരു ബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഭയപ്പെടേണ്ടി വരില്ല. നമ്മൾക്കറിയാലോ, വിശുദ്ധർ അവരും മരിച്ചുപോയവരാണ്, പക്ഷേ വിശുദ്ധരുടെ സാന്നിധ്യം നമ്മൾ കൊതിക്കുക, വിശുദ്ധരുടെ കൂടെ ആയിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുക. അതേപോലെ നമ്മിൽ നിന്നും പ്രിയപ്പെട്ടവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ അവർ പ്രേതങ്ങളല്ല, ഭൂതങ്ങളല്ല, പിന്നെയോ അവർ ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധരാണ് എന്നൊരു ബോധത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് കടന്നു വരാം. അങ്ങനെ ആ കെട്ടുപാടുകൾ അഴിച്ചു മാറ്റി അവരോട് സ്നേഹത്താൽ നിറഞ്ഞ് അവർക്കൊന്ന് നന്ദി പറഞ്ഞ് സ്നേഹത്തോടെ ദൈവസ്നേഹത്തിൽ വിലയം പ്രാപിക്കുവാൻ നമ്മളവരെ ഒന്ന് വിട്ടുകൊടുക്കുക. നമ്മിൽ നിന്നും പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിലയം പ്രാപിക്കട്ടെ. നമ്മിൽ നിന്നും കടന്നുപോയവർ ദൈവത്തോടൊത്ത് നിത്യം വസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മിൽ നിന്നും മരിച്ചുപോയവരെ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും കൊണ്ടാടുന്ന ദിവ്യബലി, ഈ ദിവ്യബലിയിൽ നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ കർത്താവിൻ്റെ മരണത്തോടൊന്നു ചേർക്കുമ്പോൾ അവർ കർത്താവിനോടൊത്ത് ഉത്ഥിതരായി നിത്യം ജീവിക്കും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ജൈറസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നതുപോലെ, നൈമിലെ വിധവയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുപോലെ, ലാസറിൻ്റെ കുഴിമാടത്തെങ്കിലേക്ക് കടന്നു വന്ന് ആശ്വാസമേകിയതുപോലെ കർത്താവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപാവരം ഏവർക്കും ഉണ്ടാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർ ദൈവത്തോടൊത്ത് വിശുദ്ധരായി നിത്യം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.